2019 ജനുവരിയിലാണ് റുപ്പിമൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാലോ. നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മളുടെ കൂടെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സബ്സ്ക്രൈബറാണ് ഇന്നത്തെ ഈ വീഡിയോയ്ക്കുള്ള കണ്ടന്റ് തന്നിട്ടുള്ളത്. അദ്ദേഹം 2012 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. എനിക്കൊരു അടുത്തൊരു 10 വർഷം കൊണ്ട് 1 കോടി രൂപയുടെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യണം. അത് 1 കോടി രൂപയുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു 30 ലക്ഷം രൂപയുടെ ഒരു വീട് കെട്ടണം, ഒരു 5-6 വർഷത്തിനുള്ളൊരു 30 ലക്ഷം രൂപയുടെ വീട്, പിന്നെ ഒരു 70 ലക്ഷം രൂപ ഒരു 10 വർഷം കഴിയുമ്പോൾ ഒരു ബാങ്ക് ബാലൻസ്. അങ്ങനെയാണ് അദ്ദേഹം 1 കോടി രൂപയുടെ ഒരു പരിപാടി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് അതിന് പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, 5 വർഷത്തിന് ശേഷം ഈ 30 ലക്ഷം രൂപയ്ക്കുള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അത് ചിലപ്പോൾ അതിന് യോജിച്ചതാവണമെന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്തെ ഒരു ഉദ്ദേശം 30 ലക്ഷമാണ് ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ഒരു 50 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് പോയിക്കോളൂ എന്നുള്ളത് ആദ്യമേ പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം ഇനി ഒരു 70 ലക്ഷം രൂപ കൂടുതൽ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും, പക്ഷെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ അപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു വലിയൊരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഈ വീടുണ്ടാക്കാനും ഒരു 10-70 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടാക്കാനും ഉള്ള ഫിനാൻഷ്യൽ പ്ലാൻ പോലെ അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ആ പ്ലാനിന്റെ ഏകദേശം പകുതി ഇപ്പോൾ അച്ചീവ് ആയിരിക്കുകയാണ്. അതായത് 5 വർഷം കഴിഞ്ഞു, 1-2 മാസമായി. ഏകദേശം 50 ലക്ഷം രൂപ വിലയുള്ള ഒരു വീട് വാങ്ങുന്നതിനായിട്ട് അദ്ദേഹം 20 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു കയ്യിലുള്ള സേവിങ്സിൽ നിന്ന്. അതുപോലെ 30 ലക്ഷം രൂപയുടെ ലോണും എടുത്തു. ആ ലോൺ കൃത്യമായിട്ട് തിരിച്ചടച്ച് ഏകദേശം അടുത്തൊരു 5 വർഷം കൊണ്ട് ആ ലോൺ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയും ഒരു 70 ലക്ഷം രൂപ കയ്യിൽ കിട്ടുന്നതിനുള്ള ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിന്റെ ഒരു ഇന്റർവെൽ ടൈമാണിത്. സേവിങ്സ് ചെയ്ത് ലോൺ എടുക്കാൻ കോർപ്പസ് ഉണ്ടാക്കി, പിന്നെ ലോൺ അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. അത് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതൊരു അദ്ദേഹത്തിന്റെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥയ്ക്കും അദ്ദേഹത്തിന്റെ ഒരു ഗോളുകൾക്കും അദ്ദേഹത്തിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിനും അനുസരിച്ചുള്ളൊരു സജഷനാണിത്. അപ്പോൾ ഈ സജഷൻ കുറെ പേർക്ക് യോജിക്കുമെങ്കിലും എല്ലാവർക്കും ഈ സജഷൻ തന്നെ യോജിക്കണം എന്നില്ല. പലർക്കും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സജഷൻ ഉണ്ടാവുമായിരിക്കും, നിങ്ങൾക്ക് പലതും അറിയുമായിരിക്കും. പക്ഷെ ഞാൻ ഒരു അവെയർനെസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIPയും സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ SWPയും ഉപയോഗിച്ച് ലോണുകളുടെ യാതൊരുവിധ പേടിപ്പെടുത്തുന്ന ബാധ്യതകളും ഇല്ലാത്ത രീതിയിൽ ലോണിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, എന്നാൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ലോൺ ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾക്ക് എങ്ങനെ ഒരു വീട് ഇദ്ദേഹം സ്വന്തമാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമാക്കാനുള്ള പ്ലാനുകൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡയറക്ഷൻ ആയിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടൊന്നും കാണണ്ട. നമ്മളുടെ ഒരു കസ്റ്റമറുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഹെൽപ്ഫുൾ ആവുന്ന വിവരങ്ങൾ എടുക്കാം. പിന്നെ ഈ വീടുണ്ടാക്കുക, ഒരു റിട്ടയർമെന്റ് പോലുള്ള ഒരു ആവശ്യത്തിനായിട്ടുള്ള ഒരു കോർപ്പസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആളുകളുടെ ഒരു ആവശ്യമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും കൂടെ ഉപകാരമായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളെ കോൺടാക്ട് ചെയ്തത് 30 ലക്ഷം രൂപയുടെ ഒരു വീടും ഒരു 70 ലക്ഷം രൂപയോളം സേവിങ്സിനും വേണ്ടിയിട്ടാണ് 5 വർഷം മുമ്പ് അദ്ദേഹം കോൺടാക്ട് ചെയ്തത്. ഞാൻ ആദ്യമേ പറഞ്ഞു കൊടുത്തു, 30 ലക്ഷം രൂപ ചിലപ്പോൾ ഒന്നിനും തികയില്ല, അതുകൊണ്ട് ഒരു 50 ലക്ഷം രൂപ ബഡ്ജറ്റ് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ. പക്ഷെ വീട് വാങ്ങുന്നത് ഒരു 5 വർഷത്തേക്ക് ഒന്ന് ഡിലേ ചെയ്തോളൂ. വലിയ ലോണിന്റെ ബാധ്യതയ്ക്കൊന്നും എത്തുന്നതിന് മുൻപ് ഒരു 5 വർഷത്തിന് ശേഷം വീടും 10 വർഷത്തിന് ശേഷം ആ ലോൺ തിരിച്ചടയ്ക്കുകയും അതുപോലെ നമുക്കൊരു കോർപ്പസ് ഉണ്ടാക്കുന്ന രീതിയിലും മുന്നോട്ട് പോകുമായിരിക്കും നന്നാവുക എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് അദ്ദേഹം പ്രാവർത്തികമായിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കിയതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്ത് തരാം. കഴിഞ്ഞ 60 മാസമായിട്ട് HDFCയുടെ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ടില്, അത് ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ്. അതിൽ കഴിഞ്ഞ 60 മാസമായിട്ട്
ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത് ആദ്യത്തെ വർഷം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് 30,000 രൂപയായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഓരോ വർഷവും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റും കൂട്ടി കൊണ്ടുവരണം എന്നുള്ളൊരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വർഷം 30,000, രണ്ടാമത്തെ വർഷം 33,000, മൂന്നാമത്തെ വർഷം 39,000, ഈ കഴിഞ്ഞ വർഷം 42,000 വേണം ചെയ്തുകൊണ്ട് പോവാൻ എന്നുള്ളതാണ്. 10 വർഷത്തെ പ്ലാനാണ്, 5 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 30,000 തുടങ്ങി ഇപ്പൊ 42,000 അദ്ദേഹത്തിന്റെ SIP. ഈ കഴിഞ്ഞ 5 വർഷം കിട്ടിയിട്ടുള്ള ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16.81% ആനുവൽ റിട്ടേൺ ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 21,60,000 രൂപ ഇപ്പോൾ വർദ്ധിച്ചിട്ട് ഈ മെയ് മാസത്തില് 39,69,000 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം ഡബിളായി എന്നർത്ഥം. 50 ലക്ഷമാണ് വീടിന്റെ ഒരു ഓവറോൾ ബഡ്ജറ്റ് എന്നുള്ളത് അദ്ദേഹം തീരുമാനിച്ചത്. അതിലെ 20 ലക്ഷം രൂപ ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഒറ്റയടിക്ക് പിൻവലിച്ചിട്ട് ഈ ലോണിനുള്ള മാർജിൻ മണിയായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. അതായത് 50 ലക്ഷം രൂപ ലോൺ പാസ്സാകേണ്ട അടുത്ത് 20 ലക്ഷം രൂപ അദ്ദേഹം കയ്യിൽ നിന്നും ബാക്കി വീട് പണിയാനുള്ള 30 ലക്ഷം രൂപ അദ്ദേഹം ലോണായിട്ടും അടയ്ക്കാമെന്ന് തീരുമാനിച്ചു. 30 ലക്ഷം രൂപയ്ക്ക് 9% നിരക്കിലാണ് അദ്ദേഹത്തിന് ലോൺ കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ EMI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26,992 രൂപയാണ് EMI ആയിട്ട് അടയ്ക്കുന്നത്. അപ്പൊ EMI ആയിട്ട് അടയ്ക്കുന്നത് അദ്ദേഹം 20 വർഷത്തെ ലോണാണ് എടുത്തത്. ഇപ്പൊ 20 വർഷവും ഇതേപോലെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്, 20 വർഷവും അദ്ദേഹം അടച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 65 ലക്ഷം അദ്ദേഹം അടയ്ക്കേണ്ടതായിട്ട് വരും. ലോൺ എടുക്കുന്നതിനേക്കാൾ ഇരട്ടിയോളം അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ അദ്ദേഹത്തിന്റെ പ്ലാൻ അനുസരിച്ച്, നമ്മൾ ഉദ്ദേശിച്ച പ്ലാൻ അനുസരിച്ച് അടുത്ത 5 വർഷം കൊണ്ട് ലോൺ ക്ലോസ് ചെയ്യുകയും അത് കൂടാതെ ഒരു 10-70 ലക്ഷം രൂപ ലാഭം കിട്ടുകയും ചെയ്യുന്ന ഒരു പരിപാടി എന്നുള്ള രീതിയിലാണ് ഇതിനെ അടുത്ത ഇന്റർവെല്ലിന് ശേഷമുള്ള പാർട്ട് അദ്ദേഹം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഐഡിയ വളരെ സിമ്പിൾ ആണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വർഷം മുതൽ 45,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് പോവുക, അടുത്ത വർഷം 48, പിന്നെ 51, 54, 57, അങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ 3,000 രൂപ കൂടുതൽ അടച്ചുകൊണ്ട് ഈ സെയിം ഫണ്ടിൽ തന്നെ SIP എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ SIP അടയ്ക്കാനും EMI അടയ്ക്കാനും ഒരുമിച്ച് എൻ്റെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, SIP അടയ്ക്കുന്നത് നമ്മളുടെ ആ ഒരു രീതി കണ്ടിന്യൂ ചെയ്ത് പോവുക, EMI അടയ്ക്കാനുള്ള പൈസ ഇതേ ഫണ്ടിൽ നിന്ന് സിസ്റ്റമാറ്റിക്കലി വേണമെങ്കിൽ വിഡ്രോ ചെയ്തെടുത്തോളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സിസ്റ്റമാറ്റിക്കലി വിഡ്രോ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഈ EMI അടയ്ക്കാനുള്ള തുക ഓരോ മാസവും EMI ഡേറ്റിന് ഒരു 4-5 ദിവസം മുമ്പ് വിഡ്രോ ചെയ്തു കഴിഞ്ഞാൽ EMI വരേണ്ട ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് ഈ പൈസ ക്രെഡിറ്റ് ആവും, അവിടെ നിന്ന് EMI കട്ടാവുകയും ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് EMI അടയ്ക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ ഒരു രീതി കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു 11-12% ഒക്കെ ആവറേജ് റിട്ടേൺ ഈ ഫണ്ട് അടുത്തൊരു 5 വർഷവും കൂടെ തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതേ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 9% തുടർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യില് ഏകദേശം 93,50,000 രൂപ കയ്യിലുണ്ടാവും. 93,50,000 രൂപ നമ്മളുടെ മ്യൂച്വൽ ഫണ്ടില് നമ്മൾ SIP അടയ്ക്കുന്നത് യൂണിറ്റുകൾ കൂട്ടാനും നമ്മൾ EMI അടയ്ക്കുന്നതിനായിട്ട് SWP ചെയ്യുമ്പോൾ യൂണിറ്റുകൾ കുറയുകയും വഴി 93,50,000 രൂപ ബാലൻസ് ഉണ്ടാവും. ആ സമയത്ത് ഈ ലോണിന്റെ ബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26,60,000 രൂപയായിരിക്കും. അപ്പോ ഈ 26,60,000 രൂപ അദ്ദേഹത്തിന് ജോലി മതിയാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 93,50,000 നിന്ന് അല്ലെങ്കിൽ 26,60,000 എന്നുള്ള ആ പൈസ ഒറ്റയടിക്ക് അങ്ങ് വിഡ്രോ ചെയ്ത് ലോൺ അങ്ങ് ക്ലോസ് ചെയ്യാം 5 വർഷം കഴിയുമ്പോൾ. ബാക്കി എത്ര ഉണ്ടാവും? 66,80,000 രൂപ അപ്പോഴും ബാലൻസ് ഉണ്ടാവും. മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു കോമ്പൗണ്ടിങ്ങിന്റെ ഒരു മാജിക് ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കോമ്പൗണ്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയും അതേസമയം നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് നമ്മൾ SWP വഴി വിഡ്രോ ചെയ്തെടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിന് 10 വർഷം കൊണ്ട് ഒരു തെറ്റില്ലാത്ത 50 ലക്ഷം രൂപയുടെ ഒരു വീടുമായി, അതേപോലെ തന്നെ ഏകദേശം 66 ലക്ഷം രൂപ അദ്ദേഹത്തിന് ആ സമയത്ത് സേവിങ്സുമായി എന്നുള്ളതാണ്.
ഇതിലുള്ള ഗുണങ്ങൾ എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, ലോണിന്റെ ഒരു ടെൻഷനും ഇല്ലാതെ ഇദ്ദേഹത്തിന് ലോൺ അടച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ലോൺ അടയ്ക്കാൻ കാശ് ഉണ്ടാവുമോ എന്നുള്ള പേടി വേണ്ട. കാരണം എന്താ, ലോൺ അടയ്ക്കാൻ കാശില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിൽ ബാലൻസ് യൂണിറ്റുകൾ ഉള്ളിടത്തോളം കാലം ലോണ് ഓട്ടോമാറ്റിക്കലി ഇറങ്ങി പോകും. അതുകൊണ്ട് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ ലോൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം എന്നുള്ളത് ഒരു കാര്യം. അത് മാത്രമല്ല, 5 വർഷം കൊണ്ടാണ് നമ്മൾ ഈ ലോൺ തീർക്കുന്നത്. 20 വർഷത്തിന്റെ ലോൺ എടുത്തിട്ട് നമ്മൾ 5 വർഷം കൊണ്ട് തീർത്ത് ഒരു ഡെറ്റ് ഫ്രീ ആയി മാറുകയാണ്. നമ്മളുടെ ബാധ്യതകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ്. അത് ഈ 15 വർഷം ലോണും അടയ്ക്കേണ്ട, അതുപോലെ 15 വർഷം നമ്മൾ ഈ ലോണിന് അടയ്ക്കേണ്ട ഇൻട്രസ്റ്റും കൊടുക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശരിക്കും ആകെ തിരിച്ചടവ് വരുന്നത് 65 ലക്ഷം ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതായത് 30 ലക്ഷം രൂപ 20 വർഷത്തിന് ശേഷം തിരിച്ചടയ്ക്കുമ്പോൾ 65 ലക്ഷം അടയ്ക്കേണ്ടിയിരുന്നിടത്ത് നമ്മൾ ഈ ലാസ്റ്റ് ഒരു 5 വർഷം കൊണ്ട് അടയ്ക്കാൻ പോകുന്ന ഒരു EMI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 16 ലക്ഷവും അതുപോലെ 27 ലക്ഷം രൂപ ആ സമയത്ത് പ്രീപേയ്മെന്റും എന്നുള്ള രീതിയിൽ 43 ലക്ഷമാണ് ആകെ അടയ്ക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 23 ലക്ഷം രൂപ അത് സേവ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു രീതി SIP ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കോർപ്പസ് ഉണ്ടാക്കുകയും അതേപോലെ തന്നെ ആ SIP സ്റ്റെപ്പ് ചെയ്ത് ഓരോ വർഷവും കൂടുന്ന രീതിയിൽ സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് SIP ആവശ്യമുള്ള സമയം ചെയ്യാവുന്നിടത്തോളം കണ്ടിന്യൂ ചെയ്യുകയും നമ്മളുടെ പൈസയ്ക്കുള്ള ആവശ്യങ്ങൾ റിസ്ക് ഇല്ലാതെ അഡ്രസ് ചെയ്യുന്നതിനായിട്ട് SWP രീതി മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഈ എക്സാമ്പിൾ കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു അദ്ദേഹത്തിന്റെ ജീവിത കഥ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ ജീവിതകഥയുടെ ഇന്റർവെല്ലേ ആയിട്ടുള്ളൂ. അദ്ദേഹം തുടർന്നും ഈ EMI അടയ്ക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി 5 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സെറ്റിൽ ആക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം. ഇതുപോലെ ധാരാളം ആളുകൾ നമ്മളുടെയും ഇതുപോലുള്ള ധാരാളം ആൾക്കാരുടെയും സപ്പോർട്ട് കൊണ്ട് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. എന്തായാലും അതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി വരുന്നു. ഇതുപോലെ നിങ്ങളുടെയും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.